നമസ്കാരം ഗൈസ്. സമയം 5 മണി 16 ഡിസംബർ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലത്തെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ വിഷസ് വളരെയധികം എൻ്റെ മോനെ ഹാപ്പി ചെയ്തു. ഹി വാസ് റിയലി ഹാപ്പി. താങ്ക് യു ഫോർ ഓൾ ദി വാം വിഷസ് ഫ്രം യു ഗൈസ് ഫോർ മൈ സൺസ് ബർത്ത്ഡേ. നല്ലോണം ഒന്ന് ഉറങ്ങി ഉച്ചയ്ക്ക്. ഞാൻ ഇന്നലെ ഡാൻസ് കാർട്ടിൽ പോയി എൻ്റെ ഇതൊക്കെ ചേഞ്ചാക്കി തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് വന്ന് നമ്മുടെ ആലു പൊറോട്ടയൊക്കെ കഴിച്ച് വന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പം എനിക്കുള്ളൂ മുഖം ഒന്ന് കഴുകി ഒരു നല്ലൊരു കട്ടൻ ചായ. കട്ടൻ ചായയുടെ സുഖം വേറെ എവിടെ ഇല്ല ഭായ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ ഇങ്ങനെ കമൻസൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആഫ്റ്റർ പുട്ടിങ് ദി അപ്ലോഡിങ് ദ വീഡിയോ. സോ ഐ വുഡ് ലൈക്ക് ടു റിയലി താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഹിസ് ബർത്ത്ഡേ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നമുക്ക് അങ്ങോട്ട് കിടക്കാം. വെൽക്കം ടു മൈ വ്ളോഗ്. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മട്ടൻ കറി സ്പെഷ്യലാണ്. കാരണം ഇന്ന് പാമിൻ്റെ 2 ബ്രദേഴ്സും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ യാവിൻ്റെ അങ്കിളും, ഏറ്റവും ചെറിയ അങ്കിളും, ഏറ്റവും മിഡിൽ അങ്കിളും, പിന്നെ ചെറിയ അങ്കിളും. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മട്ടൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മട്ടൻ മേടിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ അതേ ഉപ്പിട്ടിട്ട് ഒന്ന് ഇതാക്കാൻ വെച്ചിരിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ സ്പെഷ്യൽ മട്ടൻ കറി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇഫ് യു ലൈക്ക് യു ക്യാൻ മേക്ക് ഇറ്റ് ആൻഡ് സീ ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു മേക്ക് ദാറ്റ്. ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, സോ മട്ടൻ ഞാൻ നല്ലോണം കഴുകി ഇപ്പോൾ അത് ഊറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്നു. കാരണം എത്ര വെള്ളം ഉണ്ടോ മട്ടൻ്റെ പോണത് നല്ലതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം എൻ്റെ വെള്ളം കറുത്ത് കളഞ്ഞു. അപ്പോൾ എത്ര വെള്ളം വരണം നമ്മൾ കളയണത് നല്ലതാണ് മാരിനേഷന്. എന്നാലേ ആ മാരിനേഷൻ ശരിക്കും പിടിക്കുള്ളൂ. കുറേ ആൾക്കാർ മട്ടൻ മേടിച്ചു കൊണ്ടുവരും, പക്ഷേ ദേ ഡോണ്ട് നോ വിച്ച് പീസ് ടു ബൈ. ഇത് ഞാൻ എൻ്റെ പപ്പടയിൽ നിന്നാണ് പഠിച്ചത്. എന്ന് വെച്ചാൽ മട്ടൻ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഷോൾഡർ അല്ലെങ്കിൽ പിന്നെ തൈ ആ ഭാഗം മേടിക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ മീറ്റ് കിട്ടുക. ഇന്ന് ഞാൻ മട്ടൻ മേടിച്ചപ്പോൾ ആളെനിക്ക് ഷോൾഡർ തന്നു, പക്ഷേ തൈ ചോദിച്ചപ്പോൾ അവൻ ഒരു റിബാണ് ഇട്ടത്. കാരണം അവരെല്ലാതും കൂടി എപ്പോഴും ഫുള്ളായിട്ട് അങ്ങോട്ട് തരില്ല. അവരെന്തായാലും ചെറുതായിട്ടൊരു മറ്റേ റിബിൻ്റെ പീസും അപ്പോൾ കുറച്ച് പീസ് റിബ് ഇട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. കാരണം അവരും കച്ചവടം ചെയ്യണമല്ലോ, നമ്മൾക്കൊന്നും ചെയ്യാനും പറയാനും പറ്റില്ല. എനിവേസ്, സോ ഐ ഹാവ് 1 ഷോൾഡർ ആൻഡ് 1 സ്മോൾ പീസ് ഓഫ് റിബ്. 1 kg ഉണ്ട്. ഇവിടെ 1 kg ഡൽഹിയിൽ 1 kgൻ്റെ വില 780 റുപ്പീസാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ 800 സംതിങ് ആയിരുന്നു, 880 കണ്ടായിരുന്നു. 100 രൂപ കുറഞ്ഞു ഈ ആഴ്ച. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. 780 റുപ്പീസ് പെർ kg ഇൻ ഡൽഹി. നാട്ടിലെന്താണ് വില എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഐ ഡോണ്ട് നോ. സോ യെസ്, ഐ എം ട്രൈങ് ടു ഗെറ്റ് ദിസ് തിങ് ഓഫ്. നല്ലോണം കഴുകിയ 3-4 പ്രാവശ്യം മട്ടൻ കഴുകി. ദിസ് ഫ്രഷ് മട്ടൻ. ഓക്കെ, ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് 2-3 പ്രാവശ്യം വെള്ളം കളഞ്ഞു. ഇപ്പോഴും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കളയാം. ഇനി നമുക്ക് മേലിക്കാൻ കിട്ടിടാം. വെള്ളം കളഞ്ഞില്ലെങ്കിൽ പിന്നെ ആ മാരിനേഷൻ ശരിക്കും പിടിക്കില്ല. ഇനി ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിന് വേണ്ടി മേടിച്ചത്. ഇപ്പോൾ ബേസിക്കലി അവരുടെ മറ്റേ വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിസ് ഇസ് ഗുഡ്, നോ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ 2 പാക്കറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ എനിക്കിടാൻ പോകുന്നു. സ്മിത്ത് ആൻഡ് ജോൺസ് പേര് ഇംഗ്ലീഷുകാരുടെ ഇവിടുത്തെ. സോ നമ്മുടെ ദുബായിൽ പ്രിയം ഈസ്റ്റ് എൻഡൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് അതൊന്നും കിട്ടില്ല ഡൽഹിയിൽ. ഐ ഡോണ്ട് നോ, ഇവിടെ എല്ലാതും ടോട്ടലി ഡിഫറെൻറ്റാണ്. ഇതൊരു പാക്കറ്റായി. ഈ ഒരു പാക്കറ്റും കൂട്ടിയിടണം. ഇത് 2 പാക്കറ്റായി. അപ്പോൾ 2 പാക്കറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ എന്തെങ്കിലും മീറ്റ് ഉണ്ടാക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ വേണ്ടത് നമുക്ക്, സ്പെഷ്യലി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റായി. ഇനി ഇടേണ്ടത് ഉപ്പിടാം. നമുക്ക് 1 ടീസ്പൂൺ 1 ടീസ്പൂൺ ഉപ്പ്,
ഉപ്പ് പിന്നെ ഇടേണ്ടി വരും നമുക്ക്. ഇപ്പോൾ തൽക്കാലം 1 ടീസ്പൂൺ മാരിനേഷന്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ. ഒരു ഇത്തിരിയും കൂടി ഉണ്ട്, കാരണം ഇവർക്ക് എരിവ് ഇഷ്ടമാണ്. ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ആൾക്കാർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്പെഷ്യലി നാഗാലാൻഡ് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ചില്ലി പൗഡർ. ഞാൻ ഇനി ഇടാൻ പോണ സംഭവം സാധാരണ മാരിനേഷനിലെ ആൾക്കാർ ഇടാത്തതാണ്. പക്ഷേ ഐ ടെൽ യു വൈ ഐ എം പുട്ടിങ് ഇറ്റ് ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് എൻ്റെ റെസിപ്പിയാണ്, അതിപ്പോൾ ഞാൻ ഇത് ആരെയും കോപ്പി ചെയ്തതല്ല. സോ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, ഇത് എൻ്റെ റെസിപ്പിയാണ്. ടൊമാറ്റോൻ്റെ പേസ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞു. നമുക്കത് ഇതാക്കണം. വെയിറ്റ്, മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യണത്. കട്ട് ചെയ്തിട്ട് ആദ്യം ഇട്ട്. ഇപ്പോൾ 2 ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ഉള്ളത് 2 ടൊമാറ്റോ, 1 2. ഒരു ചെറിയ ആ പുളിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിൽ നമ്മൾക്ക് കിട്ടും. ലെറ്റ് മീ പുട്ട് ദിസ് നൗ. ഇത്ര ദിവസം മിക്സൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാതെ ഇതൊക്കെ പൊടി പിടിച്ചെടുക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ബ്ലെൻഡിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 4 പച്ചമുളക് ഇടണം. ഗ്രീൻ ചില്ലി അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ല, 4 പച്ചമുളക്, നല്ല വലിയ പീസാണിത്. നമ്മൾ ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മാരിനേഷനിലാണ് വാല്യൂ. സോ ഐ എം പുട്ടിങ് ഇറ്റ് ആഫ്റ്റർ കട്ടിങ് ഇറ്റ് ഓൾ ടുഗെദർ. ഇങ്ങനെ 2 പീസാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു പുട്ട് ദിസ് നൗ ഇൻസൈഡ് ദിസ്. ഓക്കെ, ദിസ് പാർട്ട് ഈസ് വെരി മെസ്സി. എനിക്ക് എന്ത് വേറും ചെയ്യാം, നമുക്ക് വെള്ളം ഇടാനും പറ്റില്ല ഇതിൽ, യുനോ, ബിക്കോസ് മാരിനേഷന് നല്ല തിക്ക് ടൊമാറ്റോൻ്റെ സോസ് വേണം. ടൊമാറ്റോ മാത്രമല്ല ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗ്രീൻ ചില്ലി ഉണ്ട്. ഓക്കെ, ഇത്രയും മതി തൽക്കാലം. ഓക്കെ, ഇനി the last ingredient, not but the least, തൈര്. കുറേ ആൾക്കാർ നേരെ അങ്ങോട്ട് ഇടും, പക്ഷെ അങ്ങനെ ഇടരുത്. ഇത് ആക്ച്വലി അതിൻ്റെ ഇത് നമ്മൾ ഇങ്ങനെ മാഷ് ചെയ്തിട്ടിടണം. ഒരിക്കലും തൈരിൻ്റെ തരി പാടില്ല. പിന്നെ നമ്മളുടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, ഭയങ്കരമായിട്ട് തരിയായിട്ട് വരും. ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് എടുക്കുള്ളൂ ഇതൊന്ന് ശരിക്കൊന്നും കണ്ട നല്ലൊരു ക്രീമായിട്ട് വരാൻ. അപ്പോൾ ബേസിക്കലി തൈര് സോഫ്റ്റൻ ചെയ്യും നമ്മുടെ മട്ടനെ കുറച്ച്. ഇത് ഇന്നലെ രാത്രി വെച്ചിരുന്ന വെച്ചാൽ അത്രയും നന്നായി. പക്ഷേ അവരെന്നെ വിളിച്ച് വന്നപ്പോൾ കമ്മിങ് എന്ന് പറഞ്ഞപ്പോൾ സമയം ലേറ്റായി. ഇന്നലെ രാത്രി മട്ടൻ മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ചെയ്യണത്. രാവിലെ പിന്നെ അവന്മാർ കട തുറക്കുമ്പോൾ ലേറ്റാവും, 11-12 മണിയാവും. ആ സമയത്തിന് ചെന്ന് ഞാൻ മേടിച്ചു. ഓക്കെ, സോ നൗ ദിസ് ഈസ് ലൈക്ക് തൈരങ്ങിടാം. ശരിക്കുള്ളത് തൈര് ഫുൾ ഇട്ടോ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 4 ടേബിൾ സ്പൂൺസ്. ഈ തൈരുണ്ടല്ലോ 4 ടേബിൾ സ്പൂൺ ഉണ്ട്. 2 ടൊമാറ്റോ എടുത്തു ഞാൻ, പിന്നെ വലിയ ടൊമാറ്റോ കേട്ടോ, ചെറുതല്ല വലുത് തൈര്. ഓക്കെ, നൗ ലെറ്റ്സ് മിക്സ് ഇറ്റ് ഓൾ അപ്പ്. നല്ലോണം മിക്സ് ചെയ്യണം. യു വിൽ ബി വണ്ടറിങ്, ഈ ടൊമാറ്റോ നമ്മൾ ഇതിൽ ഇട്ടത് മാരിനേഷന്, ദിസ് ഇസ് ഫസ്റ്റ് ടൈം യു മസ്റ്റ് ബി സീയിങ്. ഓക്കെ, ലെറ്റ് മി ടെൽ യു, നമ്മുടെ ഇറാനിയൻ പേർഷ്യൻ ഫുഡിൽ അവർ ഇതിങ്ങനെ ചെയ്യാറുണ്ട്, ഇറാനിയൻ ആൻഡ് പേർഷ്യൻ ഫുഡ്. അപ്പോൾ അതിൽ നിന്ന് എടുത്താണ് ഞാൻ ഇങ്ങനത്തെ മാരിനേഷൻ. സോ ഐ വാസ് വണ്ടറിങ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ മാരിനേറ്റ് ആൻഡ് ഹൗ വിൽ ദ ടേസ്റ്റ് വിൽ ബി.
when I marinate with tomato paste. നമ്മൾ സാധാരണ ഇന്ത്യൻ ഇതിൽ നമ്മളങ്ങനെ ചെയ്യാറില്ല. സോ ഐ ട്രൈഡ് ഇറ്റ് വൺസ് ആൻഡ് യു വോണ്ട് ബിലീവ് ആ ഇളം പുളി ഉണ്ടല്ലോ, എൻ്റെ വായിന്ന് ഇപ്പോൾ തന്നെ വെള്ളം വരുന്നത്. ഇളം പുളി നമ്മുടെ മീറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇഫ് യു ടേസ്റ്റ് ഓൾ ദിസ് നോർത്ത് എന്താണ് പറയുക, വെസ്റ്റേൺ സ്റ്റൈൽ ഫുഡ്, അറേബ്യനും അതൊക്കെ അവർക്ക് ചെറിയൊരു പുളി കാണും, മനസ്സിലായില്ലേ? ആൻഡ് ദിസ് ഈസ് ദ റീസൺ. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ അവരുടെ കപ്സ് ഇതിലൊക്കെ അവർ തരുന്നത് ടൊമാറ്റോ ആണ് കൂടുതലും, ടൊമാറ്റോ പേസ്റ്റും ഇതും. കാരണം എന്താ, ആ ടേസ്റ്റാണ് ബേസിക്കലി അവരുടെ മെയിൻ സിഗ്നേച്ചർ ടേസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ടൊമാറ്റോ. ഓക്കെ, ഇപ്പം നല്ല ഒരു ഇതായിട്ട് ഞാൻ ചെറുതായിട്ടൊരു കളർ വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എൻ്റെ ഇംപ്രൊവൈസേഷൻ കേട്ടോ, ചെറുതായിട്ടൊരു കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിത്തിരി കശ്മീരി ചില്ലി ഇടാം. കാരണം ആ കളറ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല രസമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ വേണ്ടത് ഒത്തിരി കശ്മീരി ചില്ലി 1 സ്പൂൺ 2 സ്പൂൺ ഇടാം. കാരണം ആ കളറിൻ്റെ ആ ഇതാ. സോ ദിസ് ഈസ് കശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, ലെറ്റ്സ് മിക്സ് ഇറ്റ് അഗെയിൻ. ഈ കാശ്മീരി ചില്ലി പൗഡറിന് അത്രയും എരിവില്ല, അപ്പോൾ അതിന് പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി ആവശ്യമുള്ള എരിവ് നമ്മുടെ ഗ്രീൻ ചില്ലിയിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ മറ്റത് ഇട്ടിരുന്നു, അപ്പോൾ അതിൽ നിന്നും വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ കുറച്ച് കളർ വന്നു തുടങ്ങി. ആൻഡ് വെൻ യു കുക്ക് ദിസ് വിൽ കം മോർ ബെറ്റർ. ഓക്കെ, എന്താണ് പറയുക, നമ്മുടെ കുക്കിംഗ് ഒരു സയൻസ് തന്നെയാണ്. ദാറ്റ്സ് ഓൾസോ എ സയൻസ്. മനുഷ്യന്മാരുടെ എവല്യൂഷൻ ത്രൂ കുക്കിംഗ്, മൈ ഗോഡ്. ഉണ്ട്, അപ്പോൾ കുറച്ച് കളർ വന്നില്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് സിറ്റ് ദെയർ ഫോർ അനദർ 1 or 2 hours മാരിനേഷൻ. പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. ഓൾറൈറ്റ് ഗൈസ്, യു ആർ വിത്ത് മീ റൈറ്റ്? നമുക്ക് ഇനി അത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇത് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്ക്. അപ്പം നമ്മളുടെ മാരിനേറ്റഡ് മട്ടൺ നമുക്ക് കുറച്ചേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. തണുപ്പിൽ വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അപ്പോൾ മീറ്റുമ്പോൾ പിടിക്കും. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് എപ്പോഴും നമ്മൾ മാരിനേഷൻ. അത് ടൈറ്റ് ആക്കും അതിന്. ദാറ്റ്സ് ദി റീസൺ. ഓക്കെ, സോ നൗ ലെറ്റ്സ് വെയിറ്റ് ഫോർ 2 hours. ഇപ്പോൾ 6:30 ആയി. 2 hours അല്ല കേട്ടോ, എനിക്ക് 2 hours വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, 1 മണിക്കൂറും മതി. സോ ബൈ 7:30 ഐ വിൽ സ്റ്റാർട്ട് കുക്കിംഗ്. അതുവരെ നമുക്ക് നമ്മുടെ മറ്റേ പരിപാടികൾ റെഡിയാക്കി വയ്ക്കാം. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളി വേണം. സോ ഐ എം ടേക്കിംഗ് 4 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. 1/2 കിലോയ്ക്ക് 2 ഉള്ളി, 1 കിലോയ്ക്ക് 4 ഉള്ളി. ഓക്കെ, സോ 4 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേക സൈസ് ഉണ്ട്, അത് നല്ലൊരു സൈസ് ഉണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ഇപ്പോൾ വേണ്ട, നമ്മൾ ഓൾറെഡി അതിൽ നല്ല സ്പൈസ് ഇട്ടിട്ടുണ്ട്. സോ നോ ഓഫ് ഗ്രീൻ ചില്ലിയുമൊക്കെ ഐസ് പിടിച്ച്. അപ്പോൾ 4 ഉള്ളി 2 ടൊമാറ്റോയും കൂടി എടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ 2 ടൊമാറ്റോ അതിലിട്ടുണ്ട്. 2 ടൊമാറ്റോ നമുക്കൊന്ന് മസാല ഒക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ടൊമാറ്റോ. ഓക്കെ, ടൊമാറ്റോ നല്ലതാണ്. എപ്പോഴും നമ്മൾ ഈ നോൺ വെജ് ഇതിൽ എത്ര കൂടുതൽ ടൊമാറ്റോ ഉണ്ടോ ആ പുളിപ്പ് വരുന്നത് നല്ലതാണ്. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഗ്രേവിയും നല്ല തിക്കായിട്ട് വരും. സോ ഇറ്റ്സ് നെവർ പിശ് കാണിക്കരുത് ടൊമാറ്റോയിൽ പ്ലീസ്. ഉള്ളിക്കും അതെ. ഉള്ളിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയോ? ഞാൻ ഈ ഹെൽത്തി ലിവിങ്ങിൻ്റെ ഇത് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഈ അസിഡിറ്റിയും ഗ്യാസും ഇതൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ബേസിക്കലി ദുബായിലുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബേസിക്കലി ദർ ആർ സ്പെസിഫിക് ഫുഡ്സ് വിച്ച് ആർ ആൽക്കലൈൻ ആൻഡ് ദർ ആർ സ്പെസിഫിക് ഫുഡ്സ് വിച്ച് ആർ അസിഡിക്. അപ്പോൾ ഉള്ളി ഈസ് ഗുഡ്, കാരണം ഉള്ളി ആൽക്കലൈനാണ്, വിച്ച് ഡസൻ ക്രിയേറ്റ് ഗ്യാസ്. ഞാൻ വായിച്ചാട്ടോ, എൻ്റെ നോളജല്ല ഇത്, ഞാൻ പഠിച്ച് റിസർച്ച് ചെയ്ത് അറിഞ്ഞതിലാണ്. അപ്പോൾ ഉള്ളി എപ്പോഴും നല്ലതാണെന്നാണ് പറയുന്നത്. ആണ് നമ്മുടെ ഇന്ത്യൻ ഫുഡിൽ നമ്മൾ ഉള്ളി ഇടുന്നത്, വിച്ച് ഈസ് എ ഗുഡ് പ്രാക്ടീസ്. കുറേ നമ്മളുടെ ഈ വെസ്റ്റേൺ ഫുഡിലൊന്നും അവർ ഉള്ളി ഇടാറില്ല. ബിക്കോസ് ഓഫ് ദി സ്മെൽ അവർക്ക് ഇഷ്ടമല്ല. കാരണം നമ്മളെ ഇവന്മാർ ഈ റേസിസ്റ്റ് കമൻസൊക്കെ തരുന്നത് ഇത് കാരണമാണ്. കാരണം ഉള്ളി കുറച്ച് സ്മെല്ലി ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾക്ക് ഈ റേസിസ്റ്റ് കമൻസൊക്കെ കിട്ടുന്നത് ഈ പണ്ടാറം കാരണമാണ്. പക്ഷേ ഉള്ളി ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ആൾക്കാർക്ക് അറിഞ്ഞൂടാ, ഇത് നമ്മളുടെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാത്തിലും. എല്ലാ കറിക്കും നമ്മളുടെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി. സോ യെസ്, അപ്പോൾ ഉള്ളിയും എത്ര ഇടണോ അത്രയും നല്ലത്. ഡിപ്പെൻഡ്സ് ഓൺ, ബട്ട് ഡോണ്ട് സ്പോയിൽ യുവർ ഫുഡ്, ദാറ്റ്സ് ഓൾ.
ഡോണ്ട് ഓവർ ഡു എനിത്തിങ് യു ഡു, ഡോണ്ട് ഓവർ ഡു ഇറ്റ്. ഓക്കെ, ഞാൻ എപ്പോഴും ഉള്ളിലെടുക്കുമ്പോൾ അത് ഫസ്റ്റ് ഇതിൻ്റെ ലെയർ എടുത്ത് കളയും. കാരണം ഇപ്പോഴേ പിന്നെ ആ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. എല്ലാ ഉള്ളിക്കും ഇപ്പോൾ ഇവിടെ വരാറുണ്ട് ഈ ഡൽഹിയിൽ. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആ സംഭവം കളഞ്ഞിട്ടേ ഞാൻ ബേസിക്കലി കഴുകിയിട്ട് നല്ലോണം കഴുകിയിട്ട് ഞാൻ ഉള്ളി എടുക്കാറുള്ളൂ. കണ്ടോ, ഈ ബ്ലാക്ക് ഫംഗസിന് ഈ പറയുന്ന ഈ സംഭവം കണ്ടില്ലേ. അതിപ്പോൾ ഡൽഹിയിൽ പറഞ്ഞാൽ എനിക്കൊന്ന് ഇവന്മാർ കുറേ നാളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് മേ ബി ദിസ് ഫംഗസ് ഈസ് ബീൻ ഫോം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് നൈസ് ഫോർ ഹെൽത്ത്. സോ ഐ റിമൂവ് ഓൾവേസ് ദി ഫസ്റ്റ് കവറിങ്. പിശുക്ക് കാണിക്കരുത് പ്ലീസ്, ഇറ്റ്സ് യുവർ ഹെൽത്ത്. അവിടെ എടുത്ത് കളയാൻ നോക്കുക, ബി സേഫ്. ഓക്കെ, അങ്ങനെ ഉള്ളിയും ടൊമാറ്റോയും, ഞാൻ ഉള്ളിയും ടൊമാറ്റോ മാത്രം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ എൻ്റെ ഇതുണ്ട്, പാക്കറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഒരു പാക്കറ്റിഞ്ഞു നമ്മൾക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഇടണം. പിന്നെ ഗരം മസാല, അതെ ഞാൻ ഇവിടെ ഡൽഹിയിൽ ഒരു നല്ലൊരു സംഭവമുണ്ട്. 10 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കിട്ടും. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഗരം മസാല മേടിച്ചു. അപ്പോൾ ഡയറക്റ്റ് ഈ 2 പാക്കറ്റ് അങ്ങോട്ട് ഇടാം, നമുക്ക് സോർട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗരം മസാല റോ നമുക്കങ്ങനെ കിട്ടി. 2 മണിക്കൂറായി ഞാൻ മാരിനേഷൻ ചെയ്യാൻ വെച്ചത്. നിങ്ങൾ 2 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. എത്ര മാരിനേറ്റ് ആണോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ മട്ടൻ കറി. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. ഞാൻ 2 മണിക്കൂർ വയ്ക്കാൻ കാരണം പറഞ്ഞാൽ ഇപ്പോൾ അവർ വരാൻ പോകുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളുടെ കുക്കിങ്ങിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം ഒന്ന് എത്തിക്കാം. അപ്പോൾ എൻ്റെ വലിയ പാത്രമില്ല, അപ്പോൾ ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമുള്ളൂ. സാധാരണ നമ്മൾ അലുമിനിയം അവോയ്ഡ് ചെയ്താണ്, പക്ഷേ വേറൊരു പാത്രമില്ല, അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മസ്റ്റർഡ് ഓയിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഗീയും പിന്നെ ബട്ടർ ഇതൊക്കെ ശരിക്കും അങ്ങ് ഇതാവും, ഹാർഡാവും. സോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി ബേസിക്കലി ടു ഹാവ് ഗീ ആൻഡ് ഓൾ ഡ്യൂറിങ് വിൻ്റർ. അപ്പോൾ നമ്മൾ മസ്റ്റർഡ് ഓയിൽ വിച്ച് ഈസ് ആക്ച്വലി നല്ലൊരു ഓയിലാണ്. സാധാരണ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാ. മസ്റ്റർഡ് ഓയിൽ ഈസ് റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. മറ്റ് ഓയിലിനെക്കാളും വെച്ചാൽ ഒലിവ് ഓയിലിൻ്റെ കാറ്റഗറിയിലാണ് മസ്റ്റർഡ് ഓയിൽ വരാം. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിരുന്നു. സോ ലെറ്റ്സ് ഫസ്റ്റ് പോർ സം മസ്റ്റർഡ് ഓയിൽ. നല്ലോണം ഓയിലിന് കുറയ്ക്കേണ്ടത്. സോ ദിസ് ഈസ് നൈസ്. നമ്മൾ മട്ടൻ കുക്ക് ചെയ്യുമ്പോൾ നല്ലോണം ഓയിൽ വേണം. സോ എൻ്റെ ഒരു കണക്കുണ്ട്, അതനുസരിച്ചിട്ടാണ് ഞാനിടുന്നത്. സോ യു ക്യാൻ ആക്ച്വലി ഹാവ് 4 or 6 tablespoons of mustard oil, then you can pour it. So I'll show you. അപ്പോൾ മസ്റ്റർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് നല്ലതാണ്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ മസ്റ്റർഡ് ഓയിൽ നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കുക. പുക വരുമ്പോൾ പുക വന്ന് തുടങ്ങുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഗരം മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. So I'm putting all the garam masala together. ഞാൻ 2 പാക്കറ്റ് മേടിച്ചിരുന്നു. അതിൻ്റെ 2 പാക്കറ്റ് ഞാൻ ഇതിലിടുന്നു. ഗരം മസാല റോ ഗരം മസാല ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഉള്ളിയിടാം. ഇനി ഉള്ളിട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് നമുക്ക് തീ കൂട്ടാം. ആ മസാലയുടെ ഉള്ളി നല്ലോണം വാട്ടുന്നു. എൻ്റെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സോ ഐ എം ഗോയിങ് ടു പുട്ട് ലിറ്റിൽ സോൾട്ട്. അപ്പോൾ സോൾട്ട് ഇടുമ്പോൾ ഇതിൻ്റെ സയൻസ് അങ്ങനെയാണ്. ഇത്തിരി സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് അങ്ങോട്ട് ആയിട്ടുള്ളൂ. സോ ലെറ്റ്സ് പുട്ട് സോൾട്ട്. ഓർമ്മ വയ്ക്കാനായിട്ട് നമ്മളുടെ സോൾട്ട് ഇട്ടുണ്ട്, കാരണം നമ്മൾ നേരത്തെ സോൾട്ട് മറ്റേലിട്ടുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഫസ്റ്റ് ഹാവ് എ കാൽക്കുലേഷൻ ഓൺ ഹൗ മച്ച് സോൾട്ട് യു ആർ ഗോയിങ് ടു പുട്ട്. ഓക്കെ, നമ്മുടെ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കുണ്ട് ഇതിൽ ഇതിടാം ടൊമാറ്റോ.
ഇഫ് യു നോട്ടീസ് ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ഓൾറെഡി മാരിനേഷന് ജിഞ്ചർ ഗാർലിക് ഇട്ടിട്ടുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് മോർ ദാൻ ഇനഫ്. ഇനി ഇതൊന്നും നമുക്കുണ്ടല്ലോ കുറച്ചിടുന്നത് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ആ ടൊമാറ്റോ ഒന്ന് ശരിക്കും ഒന്ന് കുതിരട്ടെ. ഓക്കെ, ഒരു 5 മിനിറ്റായി ഞാനിപ്പോൾ ഇത് വെച്ചിട്ട്. തക്കാളിയൊക്കെ നല്ലോണം അങ്ങോട്ട് കുതിരണം. ഇങ്ങനെ അടിച്ചു കൊടുത്തോ. നൈസ്. ഇത് സ്ക്വിഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ അത്. ഓക്കെ, സോ നൗ ദ ഗെയിം ബിഗിൻസ്. നമ്മുടെ മസാലയുടെ കളി ഇനിയുള്ളൂ. ഞാൻ നല്ലോണം ഒന്ന് ഇത് ചതയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി മഞ്ഞൾ പൊടി ഞാൻ ഒരു ടീസ്പൂൺ കേട്ടോ. ചില്ലി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇവർക്ക് സ്പൈസി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ നാടൻ ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും കൂടി. ഇതിനകത്തേക്ക് എരിവില്ല, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. ആദ്യം ഇതൊന്ന് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കൂട്ടിക്കോ, മസാല ഒന്ന് മിക്സ് ആവാൻ. മസാലയുടെ സ്മെല്ലുണ്ടല്ലോ മോനെ. ഞാൻ ഇങ്ങനെ ചായച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല പേസ്റ്റായിട്ട് വരും. പിന്നെ അത് നമ്മുടെ മസാല നമ്മൾ ആ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ചൂട് കുറച്ചിട്ട് കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ഇതിൻ്റെ ഗെയിം 1 2 3 4 5 6 ടീസ്പൂൺ. ഇനി ഇതിനെ ശരിക്കും നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഈ മസാല ഒക്കെ സോക്ക് ചെയ്യും നല്ലോണം. ഡൽഹിയിൽ ഹിന്ദിയിൽ ബേസിക്കലി നമ്മൾ ഇതിനെ ഭൂണ്ണ എന്ന് പറയും. നമ്മൾ ആറ്റി കൊടുക്കില്ല ഇങ്ങനെ. മലയാളത്തിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ. ഭൂൺ കെ ദേന അച്ചി തറ ഭൂണ്ണ ഇട്ടു. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ആ മസാല ശരിക്കും ഒന്ന് പിടിക്കണം. മീഡിയം ഹീറ്റിലോ സ്ലോ ഹീറ്റിലോ മസാല കരിയരുത്. നല്ലോണം ഒന്ന് മസാല ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച മട്ടൻ നേരെ അങ്ങോട്ട് ഇതിലേക്ക് ഇടാം. അയ്യോ, എൻ്റെ കൈ പൊള്ളി, പേടിച്ചുപോയി. ഈ തൈരൊക്കെ ശരിക്കും ഒന്ന് വരട്ടിട്ടോ. ഇത്
നല്ലോണം പഠിച്ചെടുത്തോ. വാഷ് യുവർ ഹാൻഡ് ബിഫോർ യു ഡു ദിസ്, അതർവൈസ് വിയർ ഗ്ലൗസ്. ജസ്റ്റ് ബീങ് ഹൈജീനിക്. ഇതിൽ വെള്ളം മിക്സ് ചെയ്യരുത്. ഇപ്പം മട്ടൺ സ്വന്തം അതിൻ്റെ വെള്ളം വിടും. നമ്മളിതിപ്പോൾ ഓക്കെ. ഇനി ആ മസാലയും ഇതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തീ ഉണ്ടല്ലോ, മീഡിയം ലെവലിൽ അങ്ങോട്ട് കൂട്ടി വെച്ചോ. മസാല നല്ലോണം അങ്ങോട്ട് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കണം. എത്ര തിരിക്കാൻ പറ്റണമെന്ന് തിരിച്ചോ, കാരണം ശരിക്കും മിക്സ് ആവണം, അല്ലെങ്കിൽ പിന്നെ ആ രസം വരില്ല. പയം വലിയ വലിയ പീസാണ് കട്ട് ചെയ്ത്, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ കഴിക്കുന്ന ആൾക്കാർ ഓക്കെ ഗൈസ്, നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോയിൽ വെക്കാതെ ഏറ്റവും ലോയിൽ വെച്ചിട്ട് മൂടാം. പിന്നെ ഒരു 5 മിനിറ്റ് വന്നിട്ട് നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. മട്ടൺ ഏത് മീറ്റായാലും ശരി, ബീഫ്, ബേസിക്കലി ബീഫും മട്ടണും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഹീറ്റിൽ കുക്ക് ചെയ്യണം നല്ലത്. കാരണം അതിൻ്റെ മസിൽസൊക്കെ ഉണ്ടല്ലോ, മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ, അത് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് എല്ലിന്ന് വരും. നമ്മൾ ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ടൈറ്റാവും. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബീഫൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് വരും, കടിച്ചാലും പൊട്ടൂല, അങ്ങനത്തെ മതി. പക്ഷേ ബീഫ് സോഫ്റ്റായിട്ട് വേണം വെച്ചാൽ ലോ ഹീറ്റിൽ, എപ്പോഴും ലോ ഹീറ്റിൽ നമ്മൾ കുക്ക് ചെയ്യുക. സമയമെടുക്കും, പക്ഷേ ടേസ്റ്റ് നെക്സ്റ്റ് ലെവലായിരിക്കും മതി. അപ്പോൾ മട്ടനും അതെ, ബീഫായാലും ശരി, ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതലെടുക്കും, അല്ലെങ്കിൽ 2 മണിക്കൂറാവും. ബട്ട് ടേക്ക് യുവർ ടൈം ടു കുക്ക് ദിസ്. റിമെമ്പർ ദീസ് വേർഡ്സ്, ഐ ആം ടെല്ലിങ് യു, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. നിങ്ങൾ മട്ടനും ബീഫും ഉണ്ടാക്കുന്നത് വെച്ചാൽ ലോ ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഈവൻ ചിക്കനും ലോ ഹീറ്റിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റായി ഞാനിത് വെച്ചിട്ട്. യെസ്, കണ്ട വെള്ളം വിട്ട് തുടങ്ങി. കമ്മിങ് ബ്രോ, വെയിറ്റ്. ഒരു 10 മിനിറ്റായി ഞാനിങ്ങനെ വെച്ചിട്ട്, കണ്ട വെള്ളം വന്ന് തുടങ്ങിയതിൻ്റെ. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി മുങ്ങണത്തരം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിൽ നിങ്ങൾ അധികം നേരം ചോന്ന നേരം പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം നമ്മൾ തിക്കായിട്ടുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടാക്കണം. മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്കാവട്ടെ ലോ ഫ്ലെയിമിൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് കണ്ട, ഇങ്ങനെ ഫുള്ള് ഇത് തീർത്തവർ, ഒരു പീസ് ബാക്കിയില്ല. എല്ലാ മട്ടണും കഴിഞ്ഞു, റൈസും കഴിഞ്ഞു. ഇന്നലെ ഇത് ഫുള്ള് ഇതായിരുന്നു. എൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ നമ്മുടെ 2 പ്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് മറന്നുപോയി. എന്നിട്ട് പേപ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്തപ്പോൾ അവന്മാർ കൊണ്ടുവന്നത് എന്താണ് ഞാൻ കാണിച്ചത്. പേപ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്തു, അവന്മാർ കൊണ്ടുവന്ന ലാസ്റ്റ് ചെയ്തു ചെറിയ പ്ലേറ്റ്, വലിയ പ്ലേറ്റ് പകരം ചെറുത്. അറിഞ്ഞു എന്താണ്. അപ്പോൾ അത് കാരണം അവരെന്നെ പറഞ്ഞു നമ്മളുള്ള ബൗളും ഉള്ള പ്ലേറ്റ് വെച്ചിട്ട് തിന്നാം. ഒരുത്തൻ എൻ്റെ ബ്രദറിനിലോ ഏറ്റവും മൂത്ത ബ്രദറിനിലോ
മൂടിയുടെ മുകളിലിരുന്ന് മൂടിയെടുത്തിട്ട് മൂടിയുടെ മുകളിൽ ഭക്ഷണം ഇട്ട ആൾ തിന്ന് എന്നുവെച്ചാൽ അവർക്ക് രാവിലെ പണിയുണ്ട്. അപ്പോൾ തിരക്കായുണ്ട് 10-10:30 അപ്പോൾ തിരക്കായുണ്ട്. അവർ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇതിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നിട്ട് നമ്മൾ ഇതാവുന്നു. ഫുള്ള് മട്ടൻ കറി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മട്ടൻ കറി അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നില്ല. So try to make this curry at home and see, it's very tasty, it's very juicy. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല മട്ടൺ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. അത് ഞാൻ 2 മണിക്കൂർ കുക്ക് ചെയ്തു ആക്ച്വലി സ്ലോ ഹീറ്റിൽ. അപ്പോൾ നല്ലോണം അത് കുക്ക് ചെയ്യുമ്പോൾ അത് നല്ലോണം അതിൻ്റെ മീറ്റ് എല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ ആയിട്ട് വരും. അത് നല്ലോണം തിന്നാൻ നമുക്ക്. So yes, everyone liked it and you also try, and if you're trying to make this, let me know how did you like it. ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേനും ഒരു രസമുണ്ടായി. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്ത് റെഡിയാവുന്നു. പാല് ഇതായിപ്പോയി, ഫ്രീസായിപ്പോയി ഉള്ളിൽ. ഉള്ളിൽ ഫ്രീസായി പാല്. കാരണം ഡൽഹിയിലെ തണുപ്പ് അത്രയും കൂടി. ഫ്രിഡ്ജിൽ ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലും പാല് ഫ്രീസാവണം. അയ്യോ ഇനി ഇതൊക്കെ ഒന്ന് കഴുകണം. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം വെള്ളത്തിൻ്റെ തണുപ്പുണ്ടല്ലോ, ഭയങ്കര തണുപ്പാണ്. ഒരു ഗീസർ വെക്കണം ഇവിടെ. കാരണം ഇവിടെ അങ്ങനെ വെക്കണം ഗീസറാണ്. ചെറിയ ഇൻസ്റ്റൻറ്റ് ഹീറ്റർ വരാറില്ലേ, 10,000 രൂപ വരുന്നുണ്ട്. പ്രാവശ്യം മേടിക്കാം. രാവിലെ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിലുണ്ടല്ലോ ഒരു സുഖമില്ല. ഈ പാലിനെന്ത് ചെയ്യും? ഇപ്പോൾ ഇത് ചൂട് വയ്ക്കട്ടെ. ഇന്നലെ മല്ലിയില പിന്നെ പച്ചമുളക് എല്ലാത്തിലും ഐസ് പിടിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി. തണുപ്പ് നല്ലോണം കൂടിയുണ്ട് കേട്ടോ. എതിരെ പുറത്തിറങ്ങിയില്ല. എനിക്കിപ്പോഴും ജാക്കറ്റ് ഇടണപ്പോൾ അയ്യോ. ഓക്കെ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ അടിപൊളി ഒരു ചായ ഉണ്ടാക്കി നമ്മളുടെ പണിയിലേക്ക് കിടക്കാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ പണിയുടെ ഇത് വന്നു, ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾസ് എനിക്ക് പബ്ലിഷ് ചെയ്യണമെന്ന്. സോ മൈ ജോബ് ഈസ് ദാറ്റ് ദേ വിൽ സെൻഡ് മീ ആർട്ടിക്കിൾസ് and I have to design this article as per whatever the article is. അതനുസരിച്ചിട്ട് പിന്നെ എനിക്ക് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ പണി ബേസിക്കലി. ഡെയിലി ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. So if you guys, anybody needs any website or anything to be built, please you can contact me. I'll give you a good price. So I'm building websites right now. Okay. സോ ഞാൻ എൻ്റെ പണിയൊന്നും തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. സമയം ഇപ്പോൾ 9:45. ഞാൻ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഇട്ടിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി. ഇന്ന് കിച്ചടി ഉണ്ടാക്കിയത്. ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചു. കാരണം ഇന്നലത്തെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ഇന്ന് കിച്ചടി ഉണ്ടാക്കി പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഫുഡ് ടൈപ്പ്, അതവിടെ ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ്, അത് രാവിലെയും കൊടുത്തു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചിരുന്നു പണിക്ക്. ഇന്ന് അത്രയും പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയുണ്ട് പണി ബാക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇന്ന് ഇവിടെ നിർത്താം. കാരണം ഇന്ന് അധികം പുറത്തൊന്നും പോകാനും പറ്റില്ല. ഒന്നാമത്തെ AQI ഭയങ്കര ഹൈ ആയിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് അഡ്വൈസബിൾ ഫോർ അസ് ടു ഗോ ഔട്ട്. ഞാൻ ആക്ച്വലി പുറത്ത് പോയിട്ട് കുറച്ചും കൂടി ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഡൽഹിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക്. സോ മോസ്റ്റ് പ്രോബ്ലി ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ഐ ട്രൈ ടു മേക്ക് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അബൌട്ട് ഡൽഹി ആൻഡ് പിന്നെ ഡൽഹിനെ പറ്റി കാണിക്കാനും നോക്കാം. ഓക്കെ. ഹോപ്പ്ഫുള്ളി പൊല്യൂഷൻ കുറയണം, എന്നാലും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പുറത്ത് പോയിട്ട് നമ്മളുടെ ഹെൽത്ത് തന്നെ ചീത്താക്കുന്നത് നല്ലതല്ല. So anyways guys, if you are new, please consider subscribing, liking and commenting, and thank you for being with me, for all my subscribers. യാവിൻ്റെ ബർത്ത്ഡേ വളരെ സ്പെഷ്യൽ ആക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടി വളരെയധികം താങ്ക് യു. ഹി വാസ് റിയലി ഹാപ്പി ടുഡേ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.